ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ സെന്റൻസ് ഒന്ന് നോക്കിയേ. സംവൺ സ്റ്റോൾ മൈ ബൈക്ക്. ആരോ എൻ്റെ ബൈക്ക് മോഷ്ടിച്ചല്ലേ. ഇവിടെ ആരാണെന്ന് പറയുന്നില്ല, ആ വ്യക്തിക്കും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ നമ്മൾ ബൈക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. എൻ്റെ ബൈക്ക് മോഷണം പോയി എന്ന രീതിയിൽ. അപ്പോൾ ഈ സെന്റൻസ് നമ്മൾ എങ്ങനെ എഴുതുക? ബൈക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ബൈക്കിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. മൈ ബൈക്ക് വാസ് സ്റ്റോളൻ. ഇനി ആരോ ആണ്, അയാൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, വേണമെങ്കിൽ ബൈ സംവൺ എന്ന് പറയാം. മൈ ബൈക്ക് വാസ് സ്റ്റോളൻ. നോക്കിയേ, ആദ്യം പറഞ്ഞ സെന്റൻസിൽ ബൈക്കിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. രണ്ടാമത്തെ സെന്റൻസിൽ ബൈക്കിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇത്തരത്തില് ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് വരുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പാസീവ് വോയിസ് ആണ്. കേട്ടിട്ടില്ലേ? ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. നമ്മൾ ആദ്യം പറഞ്ഞ സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണ്, രണ്ടാമത്തെ സെന്റൻസ് പാസീവ് വോയിസിലാണ്. എവിടെയാണ് പാസീവ് വോയിസ് യൂസ് ചെയ്യുന്നത്? ചെയ്യുന്ന വ്യക്തി ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സിറ്റുവേഷനിൽ, ചെയ്യുന്ന വ്യക്തി ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സിറ്റുവേഷനിൽ അവിടെ റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ, അതുമല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു ഗിവ് ഇൻഫോർമേഷൻ ക്വിക്ക്ലി, ദോ വി ക്യാൻ യൂസ് പാസീവ് വോയിസ്. പാസീവ് വോയിസ് കുറച്ചുകൂടി ഫോർമൽ ആണ്, പൊളൈറ്റ് ആണ്, ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്. ഞാൻ ഒന്നുകൂടി പറയാം. ചെയ്യുന്ന വ്യക്തി ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സിറ്റുവേഷനിൽ അവിടെ റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ, അതുമല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു ഗിവ് ക്വിക്ക് ഇൻഫോർമേഷൻ, ദോ വി ക്യാൻ യൂസ് പാസീവ് വോയിസ്. പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ടാണ് മാറുന്നത്. കുറച്ചുകൂടി ഫോർമൽ ആൻഡ് പൊളൈറ്റ് ആണ് പാസീവ് വോയിസ്. ഇപ്പൊ പറഞ്ഞ രീതിയിൽ ഒരു സെന്റൻസ് കൂടി നോക്കാം. സംവൺ ബ്രോക്ക് ദ വിൻഡോ. സംവൺ ബ്രോക്ക് ദ വിൻഡോ. ഇവിടെ സംവണിന് പകരം ഒരു വ്യക്തി ഉണ്ടെന്ന് കരുതാം. അപ്പോഴും പാസീവ് വോയിസിൽ ഇമ്പോർട്ടൻസ് വരുന്നത് വിൻഡോനാണ്, അതായത് ഒബ്ജക്റ്റിനാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The window was broken. The window was broken. By someone വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബൈ ആരാണോ ചെയ്തത് ആ വ്യക്തിയുടെ പേര് ആഡ് ചെയ്യാം. ഇങ്ങനെ പാസീവ് വോയിസിലേക്ക് പറയുമ്പോൾ ആ മാറ്റർ കുറച്ചുകൂടി പൊളൈറ്റ് ആൻഡ് ഫോർമൽ ആയിട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. They completed the work. They completed the work. ഇനി പാസീവിലേക്ക് മാറ്റുമ്പോൾ ഈ വർക്കിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ നമുക്ക് ദ വർക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദ വർക്ക് വാസ് കംപ്ലീറ്റഡ്. ദ വർക്ക് വാസ് കംപ്ലീറ്റഡ്. ദ വർക്ക് വാസ് കംപ്ലീറ്റഡ്. ദേ ചേഞ്ച്ഡ് ദ പ്ലാൻ. ദേ ചേഞ്ച്ഡ് ദ പ്ലാൻ. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് അവർക്കല്ല, പ്ലാനിനാണെന്ന് വിചാരിക്കാം. ആ പ്ലാൻ അവർ ചേഞ്ച് ചെയ്തു എന്നാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദ പ്ലാൻ വാസ് ചേഞ്ച്ഡ്. ദ പ്ലാൻ വാസ് ചേഞ്ച്ഡ്. സംവൺ ലെഫ്റ്റ് ദ ഡോർ ഓപ്പൺ. സംവൺ ലെഫ്റ്റ് ദ ഡോർ ഓപ്പൺ. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം ദ ഡോർ വാസ് ലെഫ്റ്റ് ഓപ്പൺ ബൈ സംവൺ അല്ലേ. ദ ഡോർ വാസ് ലെഫ്റ്റ് ഓപ്പൺ. ആക്റ്റീവ് വോയിസിൽ പറയുമ്പോൾ ആ ആക്ഷൻ ചെയ്തത് എന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. എന്നാൽ പാസീവ് വോയിസിൽ റിസൾട്ട് അല്ലെങ്കിൽ ആ സെന്റൻസിലെ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്. ഇനി ഒരു സെന്റൻസ് സ്ട്രക്ചർ വേണമെങ്കിൽ നമുക്ക് പറയാം ഒബ്ജക്റ്റ് പ്ലസ് ബി വെർബ് പ്ലസ് V3. അതായത് പാസീവ് വോയിസിൽ നമ്മൾ എപ്പോഴും വേർബിന്റെ മൂന്നാമത്തെ രൂപമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ബി എന്ന് പറയുമ്പോൾ ബിക്ക് ഡിഫറെന്റ് ഫോംസ് ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? ആം, ഈസ്, ആർ, വാസ്, വർ. പിന്നെ ബി അല്ലെങ്കിൽ ബീൻ. ഇത് സെന്റൻസിന്റെ സ്ട്രക്ചർ അനുസരിച്ചാണ് മാറുന്നത്. നമ്മൾ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിന്റെ
സ്റ്റാർട്ടിങ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടെൻസും പറയാനുണ്ട്. എപ്പോഴും ഓർക്കുക, പാസീവ് വോയിസ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ്, പൊളൈറ്റ് ആണ്. ഫോർമൽ കോൺവെർസേഷന് ഏറ്റവും ബെസ്റ്റ് എപ്പോഴും പാസീവ് വോയിസ് ആണ്. നെക്സ്റ്റ് വീഡിയോയില് ടെൻസ് വൈസ് നമുക്ക് എങ്ങനെ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് പഠിക്കാം. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.